ഈ ഒരു ഭാഗത്തേക്ക് മൊത്തം വെയിലായിട്ടോ, രക്ഷയില്ലാത്ത വെയിലായി. ഇങ്ങോട്ട് മഞ്ഞൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ ഇങ്ങോട്ട് കയറിയത് മൊത്തം വെയിലാട്ടോ. അവിടെ ഇതുണ്ടല്ലേ, ഇങ്ങോട്ട് വരുന്നവർ പാമ്പിനെയൊക്കെ സൂക്ഷിക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ വരുന്നവർ ഈ രണലി എന്ന് പറയുന്ന ഒരു പാമ്പുണ്ടല്ലോ, ഈ 360 ഡിഗ്രി കറങ്ങി കടിക്കുന്ന മറ്റേ ജന്തു, അതിനൊക്കെ സൂക്ഷിക്കുക കേട്ടോ. കാരണം അത് പാറയുടെ മുകളിലും കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലൊക്കെയാണ് ഉള്ളതെന്ന് കേട്ടിട്ടൊക്കെ ഉണ്ട്, സത്യമാണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ജന്തുക്കളൊക്കെ സൂക്ഷിക്കുക. മൊത്തം ഇതാ പുല്ലും പാറയും ഇതുപോലത്തെ അവസ്ഥയൊക്കെ കേട്ടോ. ഇക്കുരു ഉണ്ടല്ലേ, ഇതെവിടെയൊക്കെ ആയിട്ട് കാണാം നമുക്ക്. ഇതുപോലെ ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കാപ്പി, കൊക്കോ അതുപോലത്തെ ഐറ്റംസൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. പഴുത്തതും പച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കാപ്പി. ഇതുണ്ടല്ലേ കുറച്ചിങ്ങനെ പഴുത്ത് തുടങ്ങുന്നത്. നമുക്ക് വെള്ളമോ അതുപോലത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ച നോക്കി. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെ ഒക്കെ ബോർഡർ ആയിട്ടുള്ള കക്കാടംപൊയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ട് നായാടംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാട്ടോ. സമയം ഉച്ചയ്ക്ക് 1:30 ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ കുരിശുമല കയറാനാട്ടോ. കുരിശുമല എന്ന് പറയുമ്പോൾ നമ്മുടെ നായാടംപൊയിൽ ടൗൺ, നായാടംപൊയിൽ ഒരു ചെറിയ ടൗൺ ആട്ടോ. ആ ടൗണിൽ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ കുറച്ചുകൂടി ഉള്ളിലേക്ക് മാറിയിട്ട് ചെറിയൊരു മലയൊക്കെ കയറിയിട്ടുള്ള വേറൊരു മലയാട്ടോ ഈ കുരിശുമല. അതിനോടടുത്ത് വേറൊരു മലയുണ്ട്, സ്വർഗ്ഗക്കുന്ന്. അപ്പോൾ ആ ഒരു കുരിശുമല കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയുണ്ടല്ലോ, ഈ ഒരു വഴിയുടെ അരികിലായിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച നോക്കി. അടിപൊളി കേട്ടോ. ഇവിടെ ആ റോഡ് പണിയൊക്കെ നടക്കുകയാണ്, മൊത്തം മാന്തി ഇട്ടേക്കുക കേട്ടോ. കുറേ മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വഴിയരികിൽ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ നമുക്കിതാ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ നല്ല അടിപൊളി കാഴ്ചയാണ്. ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് നല്ല ഹൈറ്റിൽ മലനിരകളും അതിൻ്റെ ടോപ്പിലൊക്കെ ആയിട്ട് മഞ്ഞൊക്കെ കാണാം കേട്ടോ, ഇതാ ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു വഴി കുറച്ചധികം അങ്ങോട്ട് നടക്കാനുണ്ട്. നമുക്കുണ്ടല്ലോ ഈ ഒരു കക്കാടംപൊയിൽ ഭാഗത്തേക്കൊക്കെ വരാൻ 2 ഭാഗത്തു നിന്ന് നമുക്ക് വരാം കേട്ടോ. അതായത് നമ്മുടെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരാം, നമ്മുടെ നിലമ്പൂരിൽ നിന്ന് വരാം കേട്ടോ. ഞാൻ വന്നത് നിലമ്പൂരിൽ നിന്നാണ്. കോഴിക്കോട് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തിരുവമ്പാടി ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് ബസ്സുള്ളത്, KSRTC. അതായത് നിലമ്പൂരിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിലമ്പൂർ സ്റ്റാൻഡിൽ നിന്ന് 3 സർവീസാണുള്ളത്. രാവിലെയും പിന്നെ ഉച്ചയ്ക്ക് 11:30 പിന്നെ അത് കഴിഞ്ഞാൽ വൈകിട്ട് 4 മണിക്കാണ് കണ്ടോ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങോട്ടുള്ള സർവീസൊക്കെ. അപ്പോൾ നമുക്കിതാ മുമ്പിലേക്ക് നല്ല അടിപൊളി കാഴ്ച കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇനി കുറച്ചധികം ദൂരം അങ്ങോട്ട് നടക്കണം, എന്നിട്ട് വേണം നമുക്ക് ട്രക്കിങ് തുടങ്ങാൻ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. ഇവിടെ ആയിട്ട് ഇതാ നമുക്ക് റോഡ് പണി നടക്കുന്നതൊക്കെ കാണാം. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴും നമുക്ക് നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്ക് നമുക്കിതാ മലകളും അതിന് മുകളിലായിട്ട് മഞ്ഞ കാണാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു പാർക്കൊക്കെ കാണാം. ഈ ഒരു ഭാഗത്ത് ഇതുണ്ടല്ലേ, ഇവിടെ ആയിട്ട് നമുക്ക് പാർക്കൊക്കെ കാണാം കേട്ടോ. ഇത് ഈ ഇടയ്ക്ക് പ്രവർത്തനം ആരംഭിച്ച കേട്ടോ. ഇത് അതിലിങ്ങനെ റോപ്പ് വേ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ പോകുന്നത് കാണാം അങ്ങോട്ട്. അപ്പം നമുക്കിതാ മുന്നിലേക്ക് വഴി കാണാം കേട്ടോ. ഇവിടുന്ന് ഇതിലിങ്ങനെ ഒരുപാട് നടന്ന് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് എത്താൻ. പോകുന്ന വഴിക്കൊക്കെ നമുക്കിതാ ഇതുപോലത്തെ കടകളൊക്കെ കാണാം കേട്ടോ. പക്ഷേ ഇത് തുറന്നിട്ടില്ലെന്ന്, സാധാരണ തുറക്കുന്ന കേട്ടോ. ഞാനിതിന് മുമ്പും 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ വരാനുള്ള കാരണം ഡിസംബർ ആട്ടോ, ഡിസംബർ 5-ാം തീയതിയാണെന്ന്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ മൊത്തം നല്ല കോടയും മഞ്ഞൊക്കെയുള്ള സമയം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് വന്നാലും മഞ്ഞൊക്കെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ ഇങ്ങോട്ടൊന്നും മഞ്ഞ് കാണുന്നില്ല കേട്ടോ. ഇനി മുകളിൽ നായാടംപൊയിൽ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ടൗണുണ്ട്, അവിടെ എന്താണെന്ന് അവസ്ഥ അറിയില്ല. ഈ ഒരു വണ്ടിയൊക്കെ ആ ഒരു ഭാഗത്തു നിന്ന് വരുന്ന കേട്ടോ. നമുക്കത് മുന്നിലേക്കുള്ള കാഴ്ചയൊക്കെ കാണാം. എന്തായാലും മഞ്ഞ് കാണുമായിരിക്കും കേട്ടോ, നമുക്ക് പോയി നോക്കാം. നടന്നു പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാപ്പിയുടെ ചെടി കാണാം കേട്ടോ. കാപ്പിക്കുരു കണ്ടല്ലേ, ഇതെവിടെയൊക്കെ ആയിട്ട് കാണാം നമുക്ക്. ഇതുപോലെ ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കാപ്പി, കൊക്കോ അതുപോലത്തെ ഐറ്റംസൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. പഴുത്തതും പച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കാപ്പി. ഇതുണ്ടല്ലേ കുറച്ചിങ്ങനെ പഴുത്ത് തുടങ്ങുന്നത്, ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക്. ഇതുപോലത്തെ കാഴ്ചകൾ ഇഷ്ടം പോലെ ആട്ടോ. ഈ റൂട്ടിൽ കൊക്കോയൊക്കെ കാണാം നമുക്ക് ഇടയ്ക്ക്. ഇവിടെ കാണാമല്ലോ കേട്ടോ. കുറച്ച് മുകളിലേക്ക് എന്തായാലും കൊക്കോയൊക്കെ കാണാൻ പറ്റുമായിരിക്കണം. അപ്പോൾ എന്താ നമുക്ക് മുകളിലേക്ക് നടക്കാം. നമ്മളങ്ങനെ ആ ഒരു ഭാഗത്ത് നിന്ന് നായാടംപൊയിൽ ടൗണിലേക്ക് എത്തിട്ടോ. നായാടംപൊയിൽ അങ്ങാടിയാട്ടോ ഈ കാണുന്നത്. ടൗൺ എന്ന് പറയാനൊന്നുമില്ല കേട്ടോ, അത്ര വലിയ ടൗണൊന്നുമല്ല, ചെറിയൊരു ടൗൺ ആട്ടത്. ഇവിടെ ആയിട്ട് നമുക്ക് ജീപ്പ് സർവീസൊക്കെ കാണാൻ പറ്റും. അതായത് ഇവിടുന്ന് ജീപ്പ് നമുക്ക് മുകളിലേക്ക് ഈ കുരിശുമല ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഗ്രൂപ്പായിട്ട് വരുന്നവർക്കൊക്കെ 600-700 രൂപയ്ക്കാണ് റേഞ്ചിന് ഇവിടുന്ന് കാണാൻ പറ്റും. നമുക്ക് ഇതാ മുകളിലേക്ക് മല കാണാം കേട്ടോ. നമുക്ക് ഈ ഒരു മലയൊക്കെയാണ് ട്രക്ക് ചെയ്ത് പോകേണ്ടത്. ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ കേട്ടോ ബസ് തിരിക്കുന്നത്. അതായത് രാവിലെ തിരുവമ്പാടി ഭാഗത്തു നിന്ന് എടുക്കുന്ന വണ്ടി ഇവിടം വരെയൊക്കെ സർവീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ റോഡ് പണി ആയതുകൊണ്ട് സർവീസ് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം അങ്ങനെ വരുന്ന ബസ് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് തിരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇവിടെയായിട്ട് നമുക്ക് കാണാം ഇവിടെ ബസ് തിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അതുപോലെ ഇവിടെയായിട്ട് നമുക്ക് ചെറിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത്ര വലുതൊന്നുമല്ല കേട്ടോ, ചെറിയ രീതിയിൽ ഹോട്ടലും അതുപോലെ വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് വഴിയാണ് കേട്ടോ. അതായത് പ്രൈവറ്റ് റിസോർട്ടിലോട്ടൊക്കെ ഉള്ള വഴിയാണ്. ഇതിലേ കാണാം നമുക്ക്. അതുപോലെ ഇതാ ഇങ്ങോട്ടും കാണാം കേട്ടോ. ഇതിലെയാണ് കുരിശുമല ഭാഗത്തേക്കൊക്കെ പോകേണ്ടത്. ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് നമുക്ക് ഇതാ ഇവിടെയൊക്കെ ആയിട്ട് കടകൾ കാണാം. അപ്പോൾ നമുക്കിനി ഇതിലാട്ടോ പോകേണ്ടത്. നമ്മൾ ആ നായാടംപൊയിൽ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടൊരു
ബൈക്കിന് ലിഫ്റ്റ് കിട്ടി പോകുന്ന കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് എത്തി. ഇവിടം പേര് വലിയ കഥപ്പില്ലാതെ പോയിട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് അങ്ങോട്ട് മലയൊക്കെ കയറാനുള്ളത്. അത്യാവശ്യം കിതച്ച് തന്നെ കയറണം കേട്ടോ. നമുക്കിതാ മുമ്പിലേക്ക് ആ ഒരു മലയൊക്കെ കാണാം, അതിലേക്കാണ് നമുക്ക് കയറേണ്ടത്. ഈ വഴി താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇതിന് അരികിലായിട്ട് ഇത് അവിടെയൊക്കെ ആയിട്ട് റിസോർട്ടുകളും അതുപോലെ ഹോം സ്റ്റേകളൊക്കെ കാണാം. അങ്ങോട്ട് മുകളിലേക്കൊക്കെ നമുക്കിതാ ഇതിലിങ്ങനെ കറങ്ങി അങ്ങനെ അങ്ങോട്ടാണ് പോകേണ്ടത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. നല്ല തണുപ്പല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട് കേട്ടോ. നല്ല അടിപൊളി കാഴ്ചയാണ്. കുറച്ച് മഞ്ഞും ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. നമുക്ക് എന്തായാലും താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇതിലൊക്കെ ആയിട്ട് നമുക്ക് വീടുകളൊക്കെ കാണാം. ഈ ഒരു വഴിക്ക് ഇതിലൊക്കെ ഇഷ്ടംപോലെ വീടുകളും റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു മുകളിലേക്കൊക്കെ. അങ്ങനെ നമ്മളിതാ ഈ ഒരു വഴി കുറച്ചും കൂടി നടന്നു വന്നിട്ടോ. കുറച്ചധികം ദൂരം ഇങ്ങോട്ട് നടന്നു വന്നിട്ടോ. ഇനി നമുക്ക് പോകേണ്ടതൊക്കെ ഇതാ ഈ ഒരു വഴിയാണ്. അതുപോലെ ഇതിലെ താഴത്തേക്കൊക്കെ വഴിയുണ്ട് കേട്ടോ. ഇവിടെയായിട്ട് നമുക്ക് പാർക്കിങ്ങൊക്കെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത്. അതുപോലെ ഇതാ ഇങ്ങോട്ടും കാണാം കേട്ടോ. മുകളിലേക്ക് ഇനി അത്യാവശ്യം നല്ല കുത്തനുള്ള കയറ്റാണ്. ഉണ്ടല്ലേ, ഈ ഒരു കയറ്റാട്ടോ ഇനി നമുക്ക് കയറേണ്ടത്. ഈ ഒരു കയറ്റം മാത്രമല്ല കേട്ടോ, ഒരുപാടുണ്ട് അങ്ങോട്ട്. കയറുമ്പോൾ തന്നെ നമുക്കിതാ ഇവിടെയായിട്ട് കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. ഇങ്ങോട്ട് കയറുമ്പോൾ ഇതിന് മുമ്പിൽ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ, അതുപോലെ പ്രൈവറ്റ് വാഹനങ്ങൾക്കൊന്നും ഇതിൻ്റെ മുകളിലേക്ക് പ്രവേശനമില്ല. ജീപ്പ് സർവീസൊക്കെ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ റിസോർട്ടിലേക്കുള്ള വണ്ടികൾക്കൊക്കെ വരാം. അല്ലാത്ത വണ്ടികളൊക്കെ താഴെ ഇവിടെ നിർത്തിയിട്ട് വേണം വരാൻ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാട്ടെ. ഇനി ഇവിടെ ഒരുപാട് റിസോർട്ടുകൾ കാണാം കേട്ടോ. നമുക്ക് മുകളിലേക്ക് അങ്ങോട്ട് ഇഷ്ടം പോലെ കാണാൻ പറ്റും. അതുപോലെ ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് നേരത്തെ കണ്ട പോലത്തെ കാപ്പിച്ചെടികളും അതുപോലെ കൊക്കോയുടെ മരങ്ങളും അങ്ങനത്തെ നിരവധിയായ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇതുണ്ടല്ലേ, ഇതിലൊക്കെ ആയിട്ട് നമുക്ക് കൊക്കോയും കാപ്പിയൊക്കെ കാണാം. ഇതിനിടയിൽ കൂടെ അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് വീടുകളൊക്കെ കാണാൻ പറ്റും. നല്ല കുത്തനെയുള്ള കയറ്റാട്ടോ. നമ്മൾ എത്ര സമയം എടുക്കുന്നൊന്നും അറിയില്ല. എന്തായാലും ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ. മൊത്തം കയറ്റം ഇറക്കമാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ ആയിട്ട് റിസോർട്ടുകളൊക്കെ കാണാം കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്തൂടെയൊക്കെ നമുക്ക് ഒരുപാട് റിസോർട്ടുകൾ അങ്ങോട്ട് മുകളിലേക്ക് കയറുന്ന വഴിക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു കുഞ്ഞ് കടയൊക്കെ കാണാം കേട്ടോ. ചെറിയൊരു കട, ഇത് താള് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമോ അതുപോലത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ച നോക്കി, അടിപൊളിയാട്ടോ. നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. ഈ ഒരു കുഞ്ഞ് കയറ്റം കയറിയപ്പോൾ തന്നെ കേട്ടോ. ഈ ഒരു കയറ്റം കയറിയപ്പോൾ തന്നെ കിതച്ചിട്ട് അടപ്പൂരി. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ഭാഗം കൂടെ അങ്ങോട്ട് കയറാം കേട്ടോ. ഈ ഒരു സ്ഥലമൊക്കെ ഉണ്ടല്ലോ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് കയറുന്ന വഴിക്ക് ഒരുപാട് നിയമങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. അതിൽ പ്ലാസ്റ്റിക് കുപ്പി ഇടരുത്, അതുപോലെ തീയിടരുത്, മുറുക്കി തുപ്പരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, അത്യാവശ്യം നല്ല കുത്തനുള്ള കയറ്റാണ്. പോകുന്ന വഴിക്ക് നമുക്ക് കാടാട്ടോ രണ്ട് സൈഡിലേക്കും. ഇതുണ്ടല്ലേ, ഇതുപോലെ വളർന്ന് നിൽക്കുന്ന കാടൊക്കെ കാണാം കേട്ടോ. പേടിക്കാനൊന്നുമില്ല, എന്നാലും പേടിച്ച് കയറുന്നത്. നമുക്കിതാ കാണാട്ടോ വഴി. ഇത് കണ്ടില്ലേ, ഈ ഒരു കയറ്റൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ കയറി വന്നത്. നല്ല അത്യാവശ്യം നല്ല കുത്തനുള്ള കയറ്റാണ്. ഈ ഒരു കയറ്റം ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെയായിട്ട് കുറേ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് നല്ല അടിപൊളിയൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്കിതാ കയറി വന്നപ്പോൾ കണ്ട കുറേ ബിൽഡിങ്ങുകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാറുണ്ട്. അതുപോലെ അവിടെയായിട്ട് ഒരു പള്ളിയൊക്കെ കാണാം കേട്ടോ. ആ ഒരു ദൂരെ അവിടെയായിട്ട് വണ്ടിയൊക്കെ പോകുന്ന കാണാൻ പറ്റുന്നുണ്ട്. മൊത്തം മലയുടെ മുകളിലൊക്കെ കോടയാട്ടോ. നമ്മുടെ കുരിശുമലയുടെ മുകളിലൊക്കെ ഇനി എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. മൊത്തം നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന്. വലിയ വെയിലിൻ്റെ ശല്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ നടന്ന് ഒരു വഴിയായിട്ടുണ്ട്. എന്നാലും ഈ കയറ്റം കയറുന്നതിൻ്റെ കിടപ്പല്ലാത്ത വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെയിലിൻ്റെ പ്രശ്നം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും കേട്ടോ. മഴയില്ല. അപ്പോൾ നമുക്കിതാ ഈ ഒരു ഭാഗത്തും കാണാം കേട്ടോ. ഒരു പണി നടക്കുന്ന ബിൽഡിങ്. ഇതും റിസോർട്ട് എന്തോ ആണെന്ന് തോന്നുന്നു. ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം നമുക്ക്. അതുപോലെ നമുക്ക് പോകാനുള്ള വഴിയാട്ടത്. ഇതാ ഇതിലാണ് നമുക്കിനി പോകേണ്ടത്. ഇനിയും നല്ല അത്യാവശ്യം കുത്തനുള്ള കയറ്റാട്ടോ. നമുക്കിതാ അവിടെയൊക്കെ ആയിട്ട് കാണാം കേട്ടോ കയറ്റങ്ങൾ. ജീപ്പിന് കയറിപ്പോയുള്ള വഴിയാട്ടത്. ഇതുണ്ടല്ലോ, ആകെ പൊളിഞ്ഞ് 2 ടയറിന് പോകാനുള്ള ആ ഒരു ഇത് മാത്രമുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തേക്കൊക്കെ മൊത്തം പൊളിഞ്ഞിട്ടോ. അങ്ങോട്ടൊക്കെ ഇതിലൊക്കെ എങ്ങനെയാണോ ജീപ്പ് കയറി പോകുന്നത്, അത് ഫുൾ ലോഡൊക്കെ വെച്ചിട്ടാട്ടോ കയറി പോകുന്നത്. നമുക്കിതാ ഇതിലെ കാണാം കേട്ടോ വഴി. ഇതിലാണ് നടന്നു പോകേണ്ടത്. അതുപോലെ താഴത്തേക്ക് അങ്ങോട്ടൊരു വഴിയുണ്ട് കേട്ടോ. അവിടെയും എന്തോ റിസോർട്ടിൻ്റെ പണിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമുക്കിതാ കയറി പോകുന്ന വഴിക്കൊക്കെ ഇതേപോലത്തെ കാടാട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഇതൊക്കെ സൂക്ഷിക്കാം കേട്ടോ. ഏത് നിമിഷവും വന്യമൃഗങ്ങളൊക്കെ ഇതുവരെ ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, എല്ലായിടത്തും അതല്ലേ. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളം മസ്റ്റായിട്ട് കരുതണം കേട്ടോ. 2 കുപ്പി വെള്ളമെങ്കിലും നമ്മൾ താഴത്തുനിന്ന് വാങ്ങി എന്നിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ. അല്ലെങ്കിൽ മുകളിലേക്ക് എത്തുമ്പോഴേക്കും ദാഹിച്ച അടപ്പ് വരും കേട്ടോ. നമ്മളെന്തായാലും വെള്ളമൊക്കെ കരുതിയിട്ടുണ്ട്. ഇതുണ്ടല്ലേ, റോഡൊക്കെ മൊത്തം ഈ അവസ്ഥയാണ്. നമ്മളങ്ങനെ ഏകദേശം കുരിശുമലയുടെ അടുത്തേക്ക് എത്തിട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് 2 ജീപ്പുകളൊക്കെ കിടക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഈ ഒരു കുരിശുമലയിലേക്കൊക്കെ ട്രക്കിങ്ങിന് വന്ന ആൾക്കാരെ കൊണ്ടുവന്നതാണ് കേട്ടോ. അതുപോലെ ആ ഒരു ഭാഗത്തേക്കാണ് സ്വർഗ്ഗക്കുന്നൊക്കെ വരുന്നത്, ഈ ഒരു കാടിനപ്പുറത്ത് കേട്ടോ. അതിനിടയിൽ കൂടെയൊക്കെ നമുക്ക് മനുഷ്യന്മാർ നടന്നു വരുന്ന വർത്താനൊക്കെ കേൾക്കാം കേട്ടോ. ഈ ഒരു സൈഡിലേക്കൊക്കെ കാടൊക്കെ വെട്ടി നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്.
ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കച്ചവടമൊക്കെ തുടങ്ങുമായിരിക്കും കേട്ടോ സീസൺ ആവുന്ന സമയത്ത്. അപ്പോൾ നമുക്കെന്തായാലും ഇനി കയറേണ്ടത് ഇതാ ഈ ഒരു മല കേട്ടോ. ഇതാണ് കുരിശുമലയിലേക്ക് കയറുന്ന വഴി. അവിടെയൊക്കെ ആയിട്ട് നമുക്ക് വഴി കാണാം കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ട്. ഇതുണ്ടല്ലോ ഇവിടെ മൊത്തം ചെളിയാട്ടോ. മൊത്തം ഇതാ ഇതുപോലെ ചെളിയായി കിടക്കാണ് ഇവിടെ. ഇതിലാണ് നമ്മുടെ സ്വർഗ്ഗക്കുന്നിലേക്ക് പോകാനുള്ള വഴി കേട്ടോ. ഇതിലെ കുറച്ചും കൂടി നടക്കണം. ഇനി ഇതാ ഇതിൽ നമുക്ക് വേറൊരു വഴിയാണ്. ഇതാണ് കുരിശുമല കയറാനുള്ളത്. അതുപോലെ ഇതൊരു പ്രൈവറ്റ് ഏരിയ കേട്ടോ. ഇവിടെ നമുക്ക് ഗേറ്റൊക്കെ കാണാം. ഇതിൽ നമുക്ക് പ്രവേശനമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വഴി കയറി മേളിലേക്ക് പോകാം. പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഇതിലൊക്കെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നതാണ് കേട്ടോ. ഈ മല കയറിയിട്ട് വെള്ളമൊക്കെ കുടിച്ച് കുപ്പിയൊക്കെ ഇതിൽ ഇട്ടേക്കുന്നതൊക്കെ കാണാൻ പറ്റും നമുക്ക്. എന്താ രണ്ട് സൈഡിലും പുല്ലൊക്കെ വളർന്ന് നമ്മുടെ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ? മേളിലൊക്കെ ആൾക്കാരെ വർത്താനൊക്കെ നമുക്ക് എന്തായാലും കയറി നോക്കാം കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ടായിരിക്കും മുകളിൽ എന്തായാലും. ആ ഒരു ഭാഗത്തേക്കൊക്കെ മൊത്തം ഫോഗായിട്ടോ ആ ഒരു മലയുടെ മുകളിലൊക്കെ. അതുപോലെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആയിട്ട് സ്വർഗ്ഗക്കുന്ന് കാണാം കേട്ടോ. അതിന് മേളിൽ നിന്ന് നല്ല അടിപൊളി വ്യൂ കേട്ടോ. നമ്മൾ ഒരുപാട് തവണ കയറിയിട്ടുള്ളതാണ്. ഇന്നെന്തായാലും നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല കേട്ടോ. നമുക്കിതാ വന്ന വഴിയൊക്കെ കാണാം. അവിടെ ആയിട്ട് ആ രണ്ട് ജീപ്പൊക്കെ കിടക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു വഴിയൊക്കെ കുറച്ച് വെട്ടി ക്ലീൻ ആക്കിയിട്ടപ്പോൾ ആൾക്കാരുടെയൊക്കെ വരവ് കൂടിയതുകൊണ്ടായിരിക്കണം വഴിയൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാ കയറാനുള്ള വഴിയൊക്കെ അവിടെ കാണാം നമുക്ക്. അതിൻ്റെ മുകളിൽ ആൾക്കാരെ കാണാം കേട്ടോ. മൊത്തം ഫോഗാട്ടോ ആ ഒരു മലയുടെ ടോപ്പിൽ. എന്തായാലും നല്ല ക്ലൈമറ്റ്, നല്ല തണുത്ത കാറ്റാട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് എത്തുമ്പോഴേക്കും കാറ്റൊക്കെ ഒന്നുകൂടെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കയറാട്ടോ ഇനി ബാക്കിയും കൂടെ. നമ്മളങ്ങനെ അവിടുന്ന് കുറച്ച് മുകളിലേക്ക് എത്തിട്ടോ. അതാ ഈ ഒരു വഴിയൊക്കെ കയറി ഇതുണ്ട്. ഇതൊരു വഴിയാട്ടോ. ഈ ഒരു വഴി കയറി മുകളിലേക്ക് വന്നേക്കാണ്. ഈ ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ടൊരു കാഴ്ച നോക്കി, ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. അതുപോലെ നല്ല തണുത്ത കാറ്റാട്ടോ അവിടെ. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഒരു സ്വർഗ്ഗക്കുന്നൊക്കെ അവിടെയായിട്ട് കാണാം കേട്ടോ. നമുക്ക് ആ കാണുന്നതാണ് സ്വർഗ്ഗക്കുന്ന്. അതിലേക്ക് കയറാനുള്ള വഴി, അതായത് ജീപ്പിനൊക്കെ കയറാനുള്ള വഴി കേട്ടോ അത്. അതിലേക്ക് കയറിയിട്ട് നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാം. അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് വേസ്റ്റ് ഇടാനുള്ള വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് കേട്ടോ. കുറേ കുപ്പികളൊക്കെ അതിലേക്ക് കിടക്കുന്നുണ്ട്. അതിന് ചുറ്റും ഈ ഒരു ഭാഗത്തൂടെയൊക്കെ നമുക്ക് കുപ്പി കിടക്കുന്നതാണ് കേട്ടോ. അതുപോലെ ഇങ്ങോട്ടൊക്കെ വേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൽ കയറി വരുമ്പോൾ നമുക്കിതാ അവിടെയൊക്കെ ആയിട്ട് കുപ്പികളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ വരുന്നവർ മാക്സിമം കുപ്പിയൊക്കെ അതിനകത്തൊക്കെ തന്നെ ഇട്ട് പോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇനി മുമ്പോട്ട് പോകേണ്ട വഴി ഇതാണ്. അവിടെയൊക്കെ ആയിട്ട് നമുക്ക് ആൾക്കാരെ കാണാം. അപ്പോൾ നമുക്കിതാ ഇതിലാണ് ഇനി ബാക്കി കയറേണ്ട വഴി കേട്ടോ. അവിടെ ആയിട്ട് എന്തോ ഫോട്ടോഷൂട്ടോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം അവിടെ. അപ്പോൾ നമുക്കിതാ ബാക്കി ഇതിൽ ഇങ്ങനെ കയറി ഇങ്ങനെ പോവാം. മൊത്തം പുല്ലാട്ടോ ഇതിലെ. നല്ല ഹൈറ്റിൽ പുല്ലിങ്ങനെ വളർന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. അടിപൊളി. ഈ ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച നോക്കി. നല്ല അടിപൊളിയാട്ടോ. മൊത്തം പച്ചപ്പും നല്ല വെയിലൊക്കെ ഉദിച്ചിട്ട് വേറൊരു കളറായിട്ടോ. ഈ പച്ചപ്പിനിടയിൽ കൂടെ വെയിലൊക്കെ വരുമ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നല്ല അടിപൊളി കളറായി. അതുപോലെ ഇവിടെ ആയിട്ടൊരു ജീപ്പൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ആയിട്ട് നമുക്ക് ജീപ്പ് കാണാം. അത് ഇതിലേ കയറി വന്നതാണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അവിടെ എന്തോ ഷൂട്ടിംഗ് എന്തോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഒരു ഭാഗത്തിട്ട്, അതിൻ്റെ ടോപ്പിലായിട്ട്. അപ്പോൾ നമുക്കിതാ പോകാനുള്ള വഴിയൊക്കെ ഇതിലെങ്ങനെ കാണാം കേട്ടോ. ജീപ്പ് ഇതിലേ കയറി വന്നതാണ് മനസ്സിലാവാത്തത്. ഇനി അതിൽ വേറെ എങ്ങാനും വഴി ഉണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതാ ഈ ഒരു ഭാഗത്തുനിന്ന് നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം കൂടെ കയറാം കേട്ടോ. ഇതുണ്ടല്ലോ ഇവിടെയൊക്കെ നമുക്ക് വേസ്റ്റ് ഇടാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ കുറേ വേസ്റ്റ് പുറത്തുകൂടെ കാണാം നമുക്ക്. അപ്പോൾ നമുക്കിതാ ഇതിലിങ്ങനെ നടന്ന് അങ്ങോട്ടേക്ക് പോകാം. ഇനി ഈ ഒരു ഭാഗത്തേക്ക് മൊത്തം വെയിലായിട്ടോ. രക്ഷയില്ലാത്ത വെയിലായി ഇങ്ങോട്ട്. ഇവിടെ മഞ്ഞൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ ഇങ്ങോട്ട് കയറിയത് മൊത്തം വെയിലാട്ടോ അവിടെ. ഇത് കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ട ഒരു ഭാഗം കുറച്ചും കൂടെ വൃത്തിക്ക് കാണാം കേട്ടോ. ഇവിടെ നിന്ന് ഇതാ ഒരു ഭാഗത്ത് ജീപ്പൊക്കെ കിടക്കുന്ന അവിടെ കാണാം. അതിൽ വേറെ വഴിയൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വരാൻ. അപ്പോൾ മൊത്തം വെയിലാണ്. ഈ ഒരു ഭാഗത്ത് കയറാനുള്ള വഴി ഈ ഒരു സൈഡിലും കാണാം നമുക്ക്. ഇതങ്ങോട്ട് കാണാം കേട്ടോ നമുക്ക് വഴി. ഇതൊക്കെ നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ഇത് കണ്ടില്ലേ എന്താ വ്യൂ നോക്കി. ഇവിടുന്ന് അങ്ങോട്ട് നല്ല കോടയും മഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല അടിപൊളി കാഴ്ചയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കോടയും മഞ്ഞും ഒന്നുമില്ല. ആ ഒരു ഭാഗത്തേക്ക് ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല പൊട്ട വെയിലാട്ടോ. ഇത് കണ്ടില്ലേ മൊത്തം വെയിലടിച്ച് വേറൊരു ഫീലായിട്ട് ഇപ്പോൾ കാണാൻ. നമുക്കിതാ ബാക്കി കയറേണ്ട മല ഇതാണ്. അതുപോലെ അങ്ങോട്ട് എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ. ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് കാണാം നമുക്ക്. അപ്പോൾ എന്തായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ ഒരു കുരിശിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് എത്താൻ നമ്മൾ അങ്ങോട്ടേക്കാട്ടോ ഇനി പോകുന്നത്. മൊത്തം നല്ല കുത്തനുള്ള കയറ്റം ഇറക്കമൊക്കെ കേട്ടോ. കണ്ടില്ലേ നമ്മൾ നല്ലൊരു കയറ്റം കയറിയിട്ട് അത്യാവശ്യം കുത്തനുള്ളൊരു ഇറക്കിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ തിരിച്ച് കയറണം കേട്ടോ നമുക്ക്. ഇവിടെ ഇപ്പം മൊത്തം ഫാമിലിയൊക്കെ ആയിട്ടുള്ളത്. ഇന്നൊരു വെള്ളിയാഴ്ച കേട്ടോ. ശനിയും ഞായറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇവിടെ. അപ്പോൾ ഇന്ന് വലിയ തിരക്കെന്ന് പറയാനില്ല കേട്ടോ, എന്നാലും തിരക്കുണ്ട്. ഇതുണ്ടല്ലേ നമുക്ക് പോകാനുള്ള വഴി. ഇതാ മൊത്തം ഇങ്ങനത്തെ വഴിയാണ്. എന്തായാലും നല്ല ക്ലൈമറ്റാട്ടോ. ഇപ്പോൾ ചെറിയ വെയിലൊക്കെ ഉണ്ട്.
ഇത്ര നേരം തണുത്ത കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് എത്തും തോറും വെയിലിൻ്റെ കാഠിന്യം കൂടി വരികയാണ്. ഇതുണ്ടല്ലേ, ഇത് അവിടെയായിട്ട് നമുക്ക് കുരിശൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് നടന്ന് കിടന്നത് ആ കുരിശിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. അത് എവിടെയായിട്ട് നമുക്ക് കുരിശ് കാണാം. ഈ ഒരു സൈഡിലായിട്ട് കുരിശ് കാണാം കേട്ടോ. ഈ കാണുന്നതാണ് കുരിശുമലയിലെ കുരിശ്. ഇത് അവിടെയായിട്ട് നമുക്ക് സ്വർഗ്ഗക്കുന്ന് കാണാം കേട്ടോ. ആ ഒരു ഭാഗമാണ് സ്വർഗ്ഗക്കുന്നൊക്കെ വരുന്നത്. അതിൻ്റെ മുകളിൽ ഇതാ ആ ഒരു സൈഡ് വരെ കയറാം കേട്ടോ. നമുക്ക് ഇത് അവിടെയായിട്ട് ലാസ്റ്റ് നമുക്കൊരു ചെറിയൊരു കുനിപ്പ് പോലെ കാണാം. അവിടെ വരെ കയറാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മളിതാ ഇറങ്ങി വന്നതൊക്കെ ഇതാ ഈ ഒരു കാണുന്ന വഴി കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നത്. ഈ ഒരു ഭാഗം കുറച്ചിങ്ങനെ ചെത്തിക്കോരി ഇട്ടേക്കാം കേട്ടോ. ഇവിടെ ഈ ഒരു പ്രാർത്ഥന പരിപാടിയൊക്കെ നടക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ക്ലിയർ ആക്കി ഇട്ടേക്കുന്നത് കാണാം. ഇതാ ഈ ഒരു സൈഡിലാണ് കുരിശ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ താഴത്തേക്കുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. ഇതാ ഒരു ഭാഗത്തേക്ക് എന്താ ലുക്ക് നോക്കി ഇവിടെ അങ്ങോട്ട് മൊത്തം വ്യൂ ആട്ടോ. നമുക്കിതാ അതിലേക്കായിട്ട് റോഡൊക്കെ കാണാം. ഏത് റോഡാണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. നമ്മൾ വന്ന വഴി എങ്ങാനും ആണോ അതോ വേറെ ഏതെങ്കിലും വഴിയാണെന്ന് മനസ്സിലാവുന്നില്ല. അതിലെങ്ങനെയായിട്ട് കാണാം നമുക്ക്. നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇവിടുന്ന്. അതുപോലെ ഇതാ ആ ഒരു സൈഡിൽ കൂടെ ഒക്കെ കാണാം കേട്ടോ. മൊത്തം നല്ല അടിപൊളിയായി ഇപ്പോൾ കാണാൻ. എന്താ ഭംഗി നോക്കി ഈ ഒരു സൈഡിലേക്കുള്ള കാഴ്ച വേറെ ലുക്കായിട്ട് ഇപ്പോൾ കാണാൻ. ഇവിടുന്ന് ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നല്ല അടിപൊളി കാഴ്ച കേട്ടോ. അവിടെയായിട്ട് നമുക്ക് മല കാണാം. ആ മലയുടെയൊക്കെ ടോപ്പിൽ നല്ല അടിപൊളിയായിട്ട് കോട കാണാം കേട്ടോ. നമുക്ക് ആ ഒരു കോടയൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ വേറെ ഫീലായിരുന്നു കേട്ടോ. മൊത്തം നല്ല ക്ലൈമറ്റ് ആട്ടോ അവിടെ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പാർക്കൊക്കെ നമുക്ക് അവിടെ കാണാം കേട്ടോ. നമ്മൾ വീഡിയോ തുടങ്ങുന്ന സമയത്ത് കാണിച്ചിരുന്നു. ആ ഒരു സൈഡിലായിട്ട് പാർക്ക് പുതുതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ പാർക്കും കേട്ടോ. അതിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളും അതുപോലെ റൈഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. ഈ ഒരു കക്കാടംപൊയിലുണ്ടല്ലോ ഈ ഇടയ്ക്കാട്ടോ എത്ര പ്രസിദ്ധമായത്. അതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ ഓഫ് റോഡ് ജീപ്പ് സഫാരിയും അതുപോലെ ഈ ഒരു ഭാഗത്തെ തണുത്ത ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. ഇവിടെ വിശ്വാസപരമായിട്ട് വേറൊരു പ്രസിദ്ധിയും കൂടിയുണ്ട്. ഈ ഒരു കുരിശ് ഉണ്ടല്ലോ നമുക്ക് മുമ്പിലായിട്ട് ഇതാ ഇവിടെ ആയിട്ട് കുരിശ് കാണാം കേട്ടോ. ഈ ഒരു കുരിശ് നമ്മുടെ ഈസ്റ്ററിൻ്റെ സമയത്തുണ്ടല്ലോ 40-ാം ആഴ്ച ഇങ്ങോട്ട് വിശ്വാസികൾ, അതായത് ക്രിസ്തീയ വിശ്വാസികൾ ഇങ്ങോട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് നടത്താറുണ്ട് കേട്ടോ. അങ്ങനെയും കൂടെ ഈ ഒരു ഭാഗം പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശം ഉണ്ടല്ലോ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് ഈ ഒരു മലയുടെ മുകളിൽ, അതായത് ഈ ഒരു കക്കാടംപൊയിൽ ഈ ഒരു മലയുടെ മുകളിൽ മൊത്തം അപൂർവ ഇനം സസ്യങ്ങളും അതുപോലെ ചിത്രശലഭങ്ങളും അപൂർവ ഇനം പക്ഷികളൊക്കെ ഉണ്ടെന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പേരിൽ, അതായത് കുരിശുമല എന്നറിയപ്പെടുന്ന വേറൊരു മലയും കൂടിയുണ്ട്. അത് നമ്മുടെ കോട്ടയം ജില്ലയിലെ വാഗമൺ കേട്ടോ. അത് 1950 ക്രിസ്തീയ സന്യാസിയായിരുന്ന ഫ്രാൻസിസ് ആചാരി സ്ഥാപിച്ചത് കേട്ടോ. അതൊരു ലോകപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. അപ്പോൾ ഈ ഒരു പേരിൽ അങ്ങനെ ഒരു മല കൂടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയാണ് രണ്ട് സ്ഥലത്ത് ക്ലൈമറ്റ് കേട്ടോ. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ മൊത്തം കൊക്ക പോലെ കിടക്കുന്ന കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നവരൊക്കെ സൂക്ഷിച്ച് ഇറങ്ങേണ്ടി വരും കേട്ടോ. ഇതുണ്ടല്ലോ ഈ ഒരു സൈഡിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ. ഇതിലേക്ക് നമുക്കിതാ കുഞ്ഞു കുഞ്ഞു വഴികളും അതുപോലെ അവിടെ ഇരിക്കാനായിട്ടുള്ള പാറയൊക്കെ കാണാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അങ്ങനെ നടന്നു പോയിട്ട് ഈ ഒരു പാറയുടെ ഭാഗത്തൊക്കെ ഇരിക്കുക. പക്ഷേ സൂക്ഷിച്ചിറങ്ങണം എന്നുള്ളൂ കേട്ടോ. കാരണം മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ തെന്നിയടിച്ച് വീഴാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണിതാ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ കാണാം കേട്ടോ. നമുക്ക് മൊത്തം വേസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല രീതിയിൽ നമുക്ക് വേസ്റ്റ് കാണാൻ പറ്റും. ഇതാ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ, കുപ്പിയും കാര്യങ്ങളൊക്കെ. എന്തായാലും വേറെ ഫീലാട്ടോ അവിടെ. നല്ല തണുത്ത ക്ലൈമറ്റും അടിപൊളിയാട്ടോ ഈ ഒരു ഭാഗം. ഇതുണ്ടല്ലേ ആ ഒരു ഭാഗമാണ് മൊത്തം ഇപ്പോൾ ഫോഗ് മൂടി കോട മൂടി കിടക്കുന്ന ഏരിയ കേട്ടോ. ആ ഒരു ഭാഗം നമുക്കിത് അവിടെയായിട്ട് കാണാൻ പറ്റും. നമ്മൾ ആ ഒരു കുരിശിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി താഴത്തേക്ക് ഇറങ്ങി കേട്ടോ. അതായത് കുരിശിൻ്റെ ഒക്കെ കുറച്ചുകൂടെ മുൻഭാഗത്തേക്ക് ഇറങ്ങി ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് നോക്കിയേ, എന്താ ഭംഗി നോക്കി. മൊത്തം നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ഇവിടുന്ന് മൊത്തം പച്ചപ്പാട്ടോ ഈ ഒരു ഭാഗം. മൊത്തം മഴയും മഞ്ഞൊക്കെ പെയ്ത് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു ഏരിയ കേട്ടത്. ആ ഒരു സ്വർഗ്ഗക്കുന്നിൻ്റെ മുകളിൽ ഇതാ അവിടെയൊക്കെ നമുക്ക് ആൾക്കാരെ കാണാം കേട്ടോ. അവിടെ നിന്നൊക്കെ വർത്താനൊക്കെ കേൾക്കുന്നുണ്ട്. ക്യാമറയിൽ അത്ര ക്ലിയർ ആയിരിക്കും കേട്ടോ അങ്ങോട്ട്. അതുപോലെ തന്നെ നമുക്കിതാ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നടന്നു വന്ന ആ ഒരു വഴിയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. നമ്മൾ ബസ് ഇറങ്ങിയതൊക്കെ ആ ഒരു സൈഡിലായിരുന്നു. അവിടെ നമ്മൾ നടന്ന് ഇതൊക്കെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെയായിരുന്നു കേട്ടോ വന്നത്. അതായത് ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ നമ്മൾ കയറി വന്നത്, അങ്ങനെയായിരുന്നു കേട്ടോ വന്നത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ് ഈ ഒരു ഭാഗത്തുനിന്നും. അവിടെയായിട്ട് നമുക്ക് ആ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയാട്ടോ. ഇപ്പോൾ ഇങ്ങോട്ട് ക്ലൈമറ്റൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ചെറിയ മഴക്കാറും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ മഞ്ഞൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നല്ല മഞ്ഞായിരിക്കും. അതുപോലെ ഈ ഒരു ഭാഗത്ത് അത്ര വലിയ മൃഗശല്യങ്ങളോ കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പം നിലവിൽ വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കുണ്ടല്ലോ, അതായത് നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അകമ്പാടം ഭാഗത്തൊക്കെ ഇടയ്ക്ക് ആനയൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ കേട്ടോ. ഈ ഒരു ഭാഗത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് നമ്മുടെ നിലമ്പൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വന്നു പോകാൻ പറ്റുന്നൊരു അടിപൊളി ഹിൽ സ്റ്റേഷനാട്ടത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു ഭാഗത്തുള്ളവരൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. നല്ല അടിപൊളി ഒരു ഏരിയയാണ്. എന്താ ഭംഗി നോക്കി ഈ ഒരു സൈഡിൽ നിന്ന് വേറെ ഫീലാട്ടോ ഇങ്ങോട്ട്. ആ ഒരു ഭാഗമൊക്കെ കുറച്ച് തെളിഞ്ഞു കിട്ടും. കുറച്ച് നേരത്തെ അങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ ഫോഗ് കാണായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിൻ്റെ ടോപ്പിലൊക്കെ കാണാം നമുക്ക്. താഴ്ഭാഗത്തേക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ ആ ഒരു മല നമ്മളിതാ അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. കുരിശ് അവിടെ കാണാം കേട്ടോ നമുക്ക്.
സമയം 3:15 കേട്ടോ. നമ്മളിവിടുന്ന് തിരിച്ച് വരികയാണ്. ഇവിടെ ഇപ്പോഴും ചെറിയ രീതിയിൽ വെയിലൊക്കെ കേട്ടോ, വലിയ കോടയും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്കിതാ ഇനി കയറി പോകാനുള്ള മലയാട്ടത്. നമ്മൾ അവിടെ നിന്ന് കയറി ഇറങ്ങി വന്നത്. ഈ ഒരു മല കയറി നമുക്കിനി അങ്ങനെ അങ്ങോട്ട് പോകണം. എന്നിട്ട് നമുക്ക് വീണ്ടും വേറെ കുറേ മലകൾ ഇറങ്ങണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് ഉണ്ടല്ലേ ക്ലൈമറ്റൊക്കെ ഇപ്പോഴും ഇങ്ങനെ കിടക്കാം കേട്ടോ. അങ്ങോട്ടൊക്കെ നമുക്കിതാ കോടയൊക്കെ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചിനി ആ ഒരു സൈഡിലേക്ക് പോകട്ടെ. ഇനി ഇങ്ങോട്ട് വരുന്നവർ പാമ്പിനെയൊക്കെ സൂക്ഷിക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ വരുന്നവർ ഈ രണലി എന്ന് പറയുന്ന ഒരു പാമ്പുണ്ടല്ലോ, ഈ 360 ഡിഗ്രി കറങ്ങി കടിക്കുന്ന മറ്റേ ജന്തു, അതിനൊക്കെ സൂക്ഷിക്കുക കേട്ടോ. കാരണം അത് പാറയുടെ മുകളിലും കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലൊക്കെയാണ് ഉള്ളതെന്ന് കേട്ടിട്ടൊക്കെ ഉണ്ട്, സത്യമാണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ജന്തുക്കളൊക്കെ സൂക്ഷിക്കുക. മൊത്തം ഇതാ പുല്ലും പാറയും ഇതുപോലത്തെ അവസ്ഥയൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരിക. പിന്നെ വെള്ളം എന്തായാലും കരുതണം. ഫുഡും വേണമെങ്കിൽ കരുതിക്കോളൂ കേട്ടോ. വെള്ളം ഫുഡൊക്കെ എടുത്ത് വരുന്നവർ വേസ്റ്റ് പ്രോപ്പറായിട്ട് വേസ്റ്റ് ബില്ലിൽ തന്നെ ഇടാൻ നോക്കുക. വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നാട്ടുകാരൊക്കെ ഫുൾ കമ്പനിയാണ്. അപ്പോൾ നമ്മളിതാ ഈ ഒരു കുന്ന് കയറി പിന്നെ മേളിലേക്ക് എത്തിട്ടോ. ഇതുണ്ടല്ലേ ആ ഒരു ഭാഗത്തുനിന്ന് കയറി ഇങ്ങോട്ട് വന്നേക്കാണ്. അങ്ങനെ നമ്മൾ താഴത്തേക്ക് എത്തിട്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നായിരുന്നു ഇങ്ങോട്ട് കയറി തുടങ്ങി കേട്ടോ. ഇതിലാണ് ആ വഴി കിടക്കുന്നത്. ഇവിടെ ഇരുന്ന് നേരത്തെ ജീപ്പൊക്കെ കിടന്നു കേട്ടോ. ഇതിൽ നമുക്കിതാ സ്വർഗ്ഗക്കുന്നിലേക്ക് കയറാനുള്ള ആ ഒരു വഴിയൊക്കെ കാണാം കേട്ടോ. ഇതിലിങ്ങനെ ഇറങ്ങിയിട്ട് വേണം കയറാൻ. പിന്നെ ഇവിടെ മറ്റേ അട്ടുണ്ടല്ലോ, ചോര കുടിക്കുന്ന ആ ഒരു സാധനത്തിന് ശല്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ അതും കൂടെ സൂക്ഷിക്കുക. മാക്സിമം കാലൊക്കെ കവർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വരിക കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു കേട്ടോ അട്ടേനെ, ആ ഒരു സൈഡിലൊക്കെ. അപ്പം അതും കൂടെ ഇങ്ങോട്ട് വരുന്നവർ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇവിടുന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് നായാമ്പൂൽ ടൗണിൽ ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ കക്കാടംപോയിൽ ഭാഗത്തേക്ക് പോയിട്ട് അവിടുന്ന് 6 മണിക്കാട്ടോ ബസ്. അപ്പോൾ അതുവരെ ടൈമുണ്ട്. ഇവിടെ ഉണ്ടല്ലോ വെള്ളം കുടിക്കാനുള്ള എന്തൊക്കെ സംഭവങ്ങളൊക്കെ കേട്ടോ. വെള്ളത്തിൻ്റെ സെറ്റപ്പ് നമുക്കിത് അവിടെ ആയിട്ട് കാണാം. പണ്ട് വന്നപ്പം ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഷോപ്പല്ല, ചെറിയൊരു കട. ഈ ഒരു ഭാഗത്ത് മുന്തിരിയുടെ ജ്യൂസോ കാര്യങ്ങളോ എന്തോ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കടയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ശനി ഞായറൊക്കെ തുറക്കുന്നതായിരിക്കും. അല്ലാത്തപ്പോൾ തുറന്നാൽ വലിയ ലാഭമൊന്നുമില്ലായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്കിവിടുന്ന് താഴത്തേക്ക് പോകണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു കോഴിക്കോട് ജില്ലയുടെ മലപ്പുറം ജില്ലയുടെ ബോർഡർ ആയിട്ടുള്ള നമ്മുടെ കക്കാടംപോയിൽ സ്ഥിതി ചെയ്യുന്ന കുരിശുമലയുടെ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. കുരിശുമലയിലേക്ക് വരുന്ന കാഴ്ചകളും കുരിശുമലയുടെ കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.